ഗംഭീര വിജയം, ചരിത്ര വിജയം ബീഹാറിന്റെ മണ്ണിൽ NDA സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. 243 സീറ്റിൽ 202 സീറ്റുകൾ ഇപ്പോൾ NDAക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. JDUവിന്റെ BJPയുടെ LJPയുടെ ചരിത്രപരമായ മുന്നേറ്റമാണ് ബീഹാറിൽ കാണാൻ കഴിഞ്ഞത്. മഹാസഖ്യത്തിൽ RJDക്ക് മാത്രമാണ് 2 അക്കം കടക്കാൻ കഴിഞ്ഞത്. തകർന്നടിഞ്ഞു പോകുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോകുന്നതും നമ്മൾ കണ്ടു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എങ്ങനെയാണ്? നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾക്കടക്കം സമ്മർദ്ദം ചെലുത്താൻ പ്രാപ്തമായ നിലയിലാണ്, അത്രയും ശക്തമായ നിലയിലാണ് JDUവിന്റെ വരവ്. വിശദാംശങ്ങൾ ശ്രീനാഥ്. JDUവിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് അവർ പോയി എന്നതാണ്. JDUവിന്റെ പട്നയിലെ ഓഫീസിന് മുന്നിലെ പോസ്റ്ററാണിത്. ടൈഗർ ജിന്ദാ ഹേ എന്ന പോസ്റ്റർ ഇന്ന് കുറച്ചധികം എണ്ണം ഈ ഓഫീസിന് മുന്നിൽ കാണാം. യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിന്റെ ഒരു തിരിച്ചുവരവ്, അതായത് അദ്ദേഹം കൂടുതൽ സീറ്റുകൾ നേടി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുവരവാണ് പലരും പ്രതീക്ഷിച്ചത്. ഓരോ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സമീപകാലത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് സീറ്റ് നില കുറയുന്ന കാഴ്ചയാണ്. 2015-ൽ 20-ലൊക്കെ അത് താഴേക്ക് വന്നു. 25 ആകുമ്പോഴേക്കും ഇനിയും അദ്ദേഹം ക്ഷീണിക്കും, അങ്ങനെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ പ്രസക്തി പതിയെ ഇല്ലാതാകും എന്നതൊക്കെ പലരും നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, അതിനൊക്കെ നേരെ വിപരീതമായി അദ്ദേഹം തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റിലേക്ക് അദ്ദേഹത്തിന്റെ സീറ്റ് നില വർദ്ധിപ്പിക്കാൻ JDUവിന് കഴിഞ്ഞു. അത് അവർക്ക് ഇനി രൂപീകരിക്കാൻ പോകുന്ന സർക്കാരിലടക്കം അവർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടാൻ, കൂടുതൽ അധികാരം കിട്ടാനൊക്കെ തന്നെ ഗുണപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ പോലും മറ്റ് പാർട്ടികളോട്, മുന്നണികളോട് വിലപേശിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദം ഉണ്ടാകുമ്പോൾ പോലും അധികാരം പലപ്പോഴും കൂടുതൽ MLA-മാരുള്ള പാർട്ടികളുടെ കൈകളിലായിരിക്കും. ഇപ്പോൾ BJPയുടെ കൂടെ നിൽക്കുമ്പോൾ BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ഈ ഭരണത്തെ നയിച്ചത് എന്ന് പറയാം. അതുകൊണ്ട് ഇത്തവണ ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ ചിത്രം പാടെ മാറുകയാണ്. നിതീഷ് പറയുന്നത് അവസാന വാക്കായി മാറും എന്ന കാര്യത്തിൽ ഒന്നും ഇനിയൊരു സംശയവുമില്ല. കാരണം നിതീഷ് കുമാർ അത്രയേറെ സീറ്റുകൾ ഇതിനോടകം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പദവും ഒപ്പം പ്രധാനപ്പെട്ട വകുപ്പുകളും ഇരുവശത്തും ഉപമുഖ്യമന്ത്രിമാരെ നിർത്തിയുള്ള പരീക്ഷണത്തിനൊന്നും തന്നെ അദ്ദേഹം വഴങ്ങാൻ തയ്യാറല്ല. ഏതായാലും ഇന്നിപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നില്ല എന്നതാണ് നമ്മൾ അറിയുന്നത്. ഇന്നിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയും മുന്നണിക്കകത്തുള്ള ഏതെങ്കിലും ഔദ്യോഗികമായ ചർച്ചകളുമില്ല. അതിനപ്പുറത്തേക്ക് ഫോണിൽ ഒരുപക്ഷെ ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല. ഇതിനു മുമ്പ് തന്നെ, ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായ ചില ആശയവിനിമയങ്ങൾ നടത്തി എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവം ഇതുവരെ കൈവന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി സത്യപ്രതിജ്ഞയിലേക്ക് പോകാനാകും ഏതായാലും NDA സഖ്യത്തിൻ്റെ ഒരു നീക്കം. കാരണം അത്ര വലിയ ഒരു ജനവിധിയാണ് അവർക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത്. അത്രയും വലിയ ജനവിധി കിട്ടിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ തർക്കിച്ച് നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് ഇരു പാർട്ടികളും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ മുന്നണിയിൽ മത്സരിച്ച എല്ലാ പാർട്ടികളും അവർക്ക് പരമാവധി സീറ്റുകൾ നേടാൻ കഴിഞ്ഞു, മത്സരിച്ചതിൽ പരമാവധി സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് എല്ലാവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മന്ത്രിസഭാ രൂപീകരണമാകും ബീഹാറിൽ പുതുതായി ഉണ്ടാവാൻ പോകുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. യഥാർത്ഥത്തിൽ ശ്രീനാഥ് ചന്ദ്രൻ പട്നയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബീഹാറിൽ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കാൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണെങ്കിൽ കൂടി ബീഹാർ പൊളിറ്റിക്സിന്റെ, ബീഹാർ രാഷ്ട്രീയത്തിന്റെ അന്തിമ വാക്കായി നിതീഷ് കുമാർ മാറാൻ പോവുകയാണ്. അത്രയും കരുത്ത് കാട്ടിക്കൊണ്ടാണ് JDUവിന്റെ വരവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.